അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവത്തിനെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 5 മുതൽ ഉള്ള വേദഭാഗങ്ങൾ മരണമുള്ള മനുഷ്യനിൽ ആശ്രയം വയ്ക്കുകയും ജഡത്തെ തൻ്റെ ബലമായി കരുതുകയും ചെയ്യുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അയാൾ മരുഭൂമിയിൽ നിൽക്കുന്നതും വളർച്ച മുരടിച്ചതുമായ ചെടി പോലെയാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ തൻ്റെ പ്രത്യാശയും ശരണവും ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അനുഗ്രഹീതനാണ്. അവൻ നദീതീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ വിശിഷ്ട ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ആത്മീക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആത്മനിറവുള്ള ജീവിതം എന്നുള്ളത്. എന്താണ് ആത്മനിറവുള്ള ജീവിതം എന്നതിനെക്കുറിച്ച് പലർക്കും നല്ല പിടിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചിലർ ചിന്തിക്കുന്നു അത്യുച്ചത്തിൽ പാടുന്നതും വികാരഭരിതമായ നിലയിൽ ദൈവത്തെ ആരാധിക്കുന്നതും ആരാധനയുടെ നടുവിൽ കണ്ണുനീർ പൊഴിക്കുന്നതും കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നതുമൊക്കെയാണ് ആത്മനിറവിൻ്റെ ജീവിതം എന്നാണ് ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായവും ചിന്താഗതിയും. വേറൊരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് ആത്മനിറവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പുറമേയുള്ള ബഹളങ്ങളല്ല, മറിച്ച് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ജീവിത ശൈലിയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഇടയിൽ ആത്മനിറവുള്ള ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ ചിന്താഗതികൾ ആണ് പലരും പുലർത്തുന്നത്. എന്നാൽ ആത്മനിറവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴെല്ലാം യേശുവിൻ്റെ ജീവിതത്തെയാണ് മാതൃകയാക്കി നാം കുറിക്കൊള്ളേണ്ടത്. ആത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും. യേശുവിനുണ്ടായിരുന്നത് ആത്മാവിൻ്റെ ഫലമാണോ അതോ വരമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം യേശുവിൻ്റെ ജീവിതം തന്നെ നമുക്ക് നൽകും. അതുകൊണ്ട് ഇത് രണ്ടും നാം ഒരുമിച്ച് അന്വേഷിക്കേണ്ടതാണ്. ആത്മനിറവുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എപ്രകാരമായിരിക്കും എന്ന് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ചു കേട്ടു. അയാൾ ഒരിക്കലും തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ ആയിരിക്കുകയില്ല. തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ കേവലം ഒരു ചടങ്ങിന് വേണ്ടി മാത്രമായിരിക്കും പ്രാർത്ഥിക്കുക. ഇന്ന് പല ക്രിസ്തീയ നേതാക്കന്മാരും പ്രാർത്ഥനയില്ലാതെ ജീവിക്കുവാൻ പര്യാപ്തരാണെന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നില്ല. വലിയ വേദവിദ്യാഭ്യാസ കലാലയങ്ങളിൽ നിന്ന് സമ്പാദിച്ച ഡിഗ്രിയും അറിവിൻ്റെ നിറവും അതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ അവരെ ശക്തീകരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അല്പം വാക്ചാതുര്യം കൂടിയുണ്ടെങ്കിൽ പിന്നെ എല്ലാം തികഞ്ഞു എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വെച്ച് നാം വിലയിരുത്തുമ്പോൾ അവർ തീർച്ചയായും ഫലശൂന്യമായ വൃക്ഷങ്ങളാണ്. നാം ഉദ്ധരിച്ച അല്ലെങ്കിൽ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ തീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആകുമ്പോൾ അത് ആത്മനിറവിൻ്റെ ജീവിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുള്ള ജീവിതം മരണമുള്ള മനുഷ്യനിൽ ആശ്രയം വയ്ക്കാതെ ജഡത്തെ തൻ്റെ ബലമായി കരുതാതെ ആർക്ക് ജീവിക്കുവാനായിട്ട് കഴിയും? അയാളാണ് അനുഗ്രഹീതനായ മനുഷ്യൻ. മരുഭൂമിയിൽ നിൽക്കുന്നതും വളർച്ച മുരടിച്ചതുമായ ചെടി പോലെയാണ് ഇന്നത്തെ പല ആത്മനിറവിൻ്റെ ജീവിതം അവകാശപ്പെടുന്ന ആളുകൾ. അവർക്ക് ദൈവത്തിലുള്ള ആശ്രയം കുറവാണ്. ദൈവത്തെ തൻ്റെ പ്രത്യാശയും ശരണവും ആയിട്ട് അവർ കാണുന്നില്ല. എന്നാൽ യഹോവ തന്നെ തൻ്റെ പ്രത്യാശയും ശരണവുമായിരിക്കുന്ന മനുഷ്യർ അവർ അനുഗ്രഹീതരാണ്. അവരാണ് നദീതീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ വിശിഷ്ട ഫലങ്ങൾ എപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഈ ഭൂമിയിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ ജീവിതം. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ജീവിതത്തെ നമുക്ക് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്നത്
അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് യേശുവിൻ്റെ ജീവിതം തെളിവായി കാണിച്ചു തരുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ക്ഷമയെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള ആ ആത്മനിറവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ തീർച്ചയായും നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ മഹത്വം പരിശുദ്ധാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നില്ലെങ്കിൽ നാം എങ്ങനെ ആത്മനിറവുള്ളവരാണെന്ന് അവകാശപ്പെടും? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തിക്ക് കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് വരുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. അതുകൊണ്ട് നാം നയിക്കുന്നത് ജഡത്തിൽ ആശ്രയിച്ചുള്ള ജീവിതമാണോ, അതോ ദൈവത്തിൽ മാത്രം ശരണമാക്കിയ, ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതമാണോ എന്ന് സ്വയം പരിശോധിക്കേണ്ടത് വളരെ ഉചിതമാണ്, വളരെ അനിവാര്യമാണ്. കാരണം ക്രിസ്തു കാണിച്ച മാതൃക, ക്രിസ്തുവിൻ്റെ ജീവിതം, അതാണല്ലോ നാം പിൻപറ്റേണ്ടത്. അതിനായിട്ട് ദൈവകരങ്ങളിൽ നാം എല്ലാവരും സമർപ്പിക്കണം. ദൈവത്തിൽ മാത്രം ആശ്രമിക്കുന്ന ഒരു ജീവിതം വിശ്വാസത്താൽ നയിപ്പാൻ നമുക്കിടയാകണം. ക്രിസ്തു മാത്രം മതി, യേശു മാത്രം മതി എന്നുള്ള ആഴമായ ആ ആഗ്രഹം നമുക്കുണ്ടാവണം. ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിൽ നൽകണം. കർത്താവേ, അങ്ങയുടെ വിലപ്പെട്ട വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങളെപ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവരായി മാറുവാൻ ദൈവം സഹായിക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി